വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചെന്ന പരാതിയിൽ ഏരിയ കമ്മിറ്റി അംഗമായ യുവ നേതാവിനെതിരെ സിപിഎമ്മിന്റെ അന്വേഷണ കമ്മീഷൻ കാസർഗോഡ് ഉദുമ ഏരിയ കമ്മിറ്റിയാണ് മൂന്നംഗ അന്വേഷണ കമ്മീഷനെ നിയോഗിച്ചത്. ഇയാളുടെ വരുമാനവും ചെലവും തമ്മിൽ വലിയ അന്തരമുണ്ടെന്നാണ് പരാതി. വിവരങ്ങൾ നൽകാൻ ഷഫീഖ് നസ്രുള്ള ചേരുന്നുണ്ട്. ഷഫീഖ്, ഇതിൽ ആർക്കെതിരെയാണ് പരാതി ഉള്ളത്? ആരാണ് പരാതി ഉന്നയിച്ചത്? അന്വേഷണ കമ്മീഷൻ നടപടികളിലേക്ക് കടന്നു. കഴിഞ്ഞ ദിവസം നടന്ന ഉദുമ ഏരിയ കമ്മിറ്റി യോഗത്തിലാണ് ഇത്തരത്തിൽ ഒരു അന്വേഷണ കമ്മീഷനെ നിയമിച്ചത്. വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചു എന്ന പരാതിയിലാണ് അന്വേഷണം നടക്കുക. സ്വത്ത് വരവിൽ കവിഞ്ഞ സ്വത്താണ് സമ്പാദിച്ചത്. 50 ലക്ഷം രൂപ നൽകി ജോലി സമ്പാദിച്ചു. 22 ലക്ഷം രൂപയുടെ കാറ് വാങ്ങിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇരുനില വീട്, അതും 50 ലക്ഷത്തിലധികം രൂപ വില വരുന്ന ഇരുനില വീട് നിർമ്മിച്ചിട്ടുണ്ട്. ഈ വീടുകൾ ജോലിയും അതോടൊപ്പം തന്നെ കാറും വാങ്ങാനുള്ള വരവ് ഇല്ല എന്നതാണ് പ്രവർത്തകർ ആക്ഷേപിച്ചിരുന്നത്. എന്നാൽ ലോൺ എടുത്താണ് ഇത് വാങ്ങിയത് എന്ന ഒരു വിശദീകരണമാണ് ഈ യുവനേതാവ് ഏരിയ കമ്മിറ്റിക്ക് നൽകിയത്. പക്ഷേ ഏരിയ കമ്മിറ്റിക്ക് അത് തൃപ്തികരമായിരുന്നില്ല. അങ്ങനെയാണ് മൂന്നംഗ കമ്മീഷനെ നിയമിച്ചിരിക്കുന്നത്. ഏരിയ കമ്മിറ്റി അംഗങ്ങളായ KV ഭാസ്കരൻ, P നാരായണൻ, NP രാജേന്ദ്രൻ എന്നിവരടങ്ങുന്ന മൂന്നംഗ കമ്മീഷനെയാണ് ചുമതലപ്പെടുത്തിയിരുന്നത്. CH കുഞ്ഞമ്പു MLA ഉൾപ്പെടെയുള്ള സംസ്ഥാന നേതാക്കളുടെ സാന്നിധ്യത്തിലായിരുന്നു ഇന്നലെ യോഗം ചേർന്നിരുന്നത്. 2 തവണ ബേക്കൽ ബീച്ച് ഫെസ്റ്റിവൽ നടത്തിയിരുന്നു. ഈ ബീച്ച് ഫെസ്റ്റിവലുമായി ബന്ധപ്പെട്ട് അതിൻ്റെ പാർക്കിംഗ് ചുമതല ഈ യുവനേതാവിനായിരുന്നു. അങ്ങനെ പാർക്കിംഗ് ബന്ധപ്പെട്ട് നേടിയെടുത്ത പണമാണോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കാനുള്ള നിർദ്ദേശവും ഏരിയ കമ്മിറ്റി യോഗത്തിൽ നൽകിയിട്ടുണ്ട്. നേരത്തെ തന്നെ പാർക്കിംഗ് അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട് വലിയ ക്രമക്കേട് നടന്നു എന്ന ആക്ഷേപം ഈ യുവനേതാവിനെതിരെ ഉയർന്നിരുന്നു. DYFIയിലൂടെയൊക്കെ വളർന്ന് ഇപ്പോൾ CPM ഉദുമ ഏരിയ കമ്മിറ്റി അംഗമാണ്. വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചിട്ടുണ്ട്, കാർ വാങ്ങിയിട്ടുണ്ട്, ഇരുനില വീട് നിർമ്മിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ 50 ലക്ഷം രൂപ നൽകി ജോലി വാങ്ങിയിട്ടുണ്ട്. ഇതിന് ഇത്രയധികം പണം ഉണ്ടാക്കുന്നത് എവിടെ നിന്നാണ് എന്നത് സംബന്ധിച്ചുള്ള പരാതിയാണ് നൽകിയിരുന്നത്. അത് പരിശോധിക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ മൂന്നംഗ കമ്മീഷൻ നിയമിച്ചിരിക്കുന്നത്. ഈ കമ്മീഷന് മുമ്പാകെ ഏരിയ കമ്മിറ്റി മുമ്പാകെ നൽകിയ വിശദീകരണം താൻ ലോൺ എടുത്തു എന്നതാണ്. എന്നാൽ ലോൺ ുമായി ബന്ധപ്പെട്ട ഒരു തൃപ്തികരമായ വിശദീകരണമായി ഏരിയ കമ്മിറ്റി മനസ്സിലാക്കിയിട്ടില്ല. അതുകൊണ്ടാണ് ഈ ബേക്കൽ ബീച്ച് ഫെസ്റ്റിവലുമായി നടന്ന സാമ്പത്തിക ഇടപാടുകൾ അടക്കം പരിശോധിക്കാൻ ഈ കമ്മീഷന് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. അങ്ങനെ ഏരിയ കമ്മിറ്റി അംഗങ്ങളായ 3 പേരടങ്ങുന്ന ഒരു കമ്മീഷനെയാണ് നിശ്ചയിച്ചിട്ടുള്ളത്. അവർ എത്രയും പെട്ടെന്ന് ഇതിൽ അന്വേഷണം നടത്തി കൃത്യമായ റിപ്പോർട്ട് സമർപ്പിക്കണം. ഈ പരാതി മേൽ അതിനുശേഷം നടപടി സ്വീകരിക്കും എന്നാണ് നമുക്ക് പാർട്ടിയിൽ നിന്ന് അറിയാൻ കഴിയുന്നത്. ശരി.